Hi dears, welcome back to my YouTube channel. ഇന്നിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു ചിക്കൻ തന്തൂരി മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 kg ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സെല്ല ബസ്മതി റൈസാണ്. അത് ഗോൾഡ് അല്ല ഇത്തവണ എടുത്തിരിക്കുന്നത്, വൈറ്റാണ് കേട്ടോ. എപ്പോഴും ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഗോൾഡൻ ബസ്മതി റൈസാണ് മേടിക്കലും. അപ്പോൾ ഇത്തവണ ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ഇതിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബേക്കേഴ്സിൻ്റെ ഒരു മന്തി മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം, പിന്നെ ഒരു മാഗി ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ തന്തൂരി ചിക്കൻ ഓൾറെഡി ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. മസാല ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന തന്തൂരി ചിക്കനാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ചിക്കനിൽ മസാല ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവോളയാണ് കട്ട് ചെയ്തിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ പകുതി മാത്രമേ ഈ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുള്ളൂ. അതിന് ശേഷം കുറച്ച് മന്തി മസാലയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരുപാട് ചേർക്കുന്നില്ല, ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ തന്തൂരി മസാലയുടെ മന്തി ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അഗെയിൻ ഒന്നുകൂടി മേടിച്ചത്. പിന്നെ നെക്സ്റ്റായിട്ട് റൈസ് ഫസ്റ്റ് ടൈം ആയിട്ടോ ഈ വൈറ്റിൻ്റെ മേടിക്കുന്നത്. എപ്പോഴും ഞാൻ ഗോൾഡനാണ് മേടിക്കുന്നത്. അത് ഞാൻ ഫൈനലി പറയാം കേട്ടോ എന്താണെന്നുള്ളത് ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മളിതിലേക്ക് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിലല്ല കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓയിൽ ആഡ് ചെയ്ത സമയത്ത് അവിടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ചെറിയ ഓയിൽ ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ, അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ നിന്ന് എടുത്ത് ഒഴിച്ചപ്പോൾ ഒരുപാട് ഓയിലായിപ്പോയി. പിന്നെ ഞാനത് ഒഴിവാക്കാനായിട്ട് നിന്നില്ല, പക്ഷെ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തന്തൂരി ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ ആ ഓയിലും സവാളയും ക്യാപ്സിക്കവും ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മന്തി മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ തന്നെ അത്യാവശ്യം ഇതിൽ സോൾട്ട് നോക്കിയ ടൈമിന് നന്നായിട്ട് സോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ ഇനി ചിക്കനും കൂടി ഇടുമ്പോൾ എന്താകും എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 3 ഹോൾ ലെഗ് പീസായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എനിക്കും കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോമ്പില്ലാഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ചെയ്തതുകൊണ്ട് ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പീസാണ് കേട്ടോ എടുത്തിട്ട് റെഡിയാക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ വെച്ച് കണ്ടില്ലേ, നന്നായിട്ട് എണ്ണ ഇങ്ങനെ മേലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓയിലൊക്കെ എടുത്ത് ഇങ്ങനെ മേളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓയിലിൽ മുങ്ങി കുളിച്ചത് മാതിരി ആയിരുന്നു കേട്ടോ ചിക്കൻ കിടന്നത്, അത്രയ്ക്ക് ഓയിലായിപ്പോയായിരുന്നു. കാരണം ആ ബോട്ടിലിൻ്റെ ഇത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഒഴിച്ച വഴിക്ക് തന്നെ ഒരുപാട് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറ്റിയത്. പക്ഷേ സാധാരണ ഞാൻ ഇത്രയും ഓയിലൊന്നും ചേർക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഓയിലൊന്നും ഒഴിവാക്കാൻ നിന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്രയും സെറ്റായി. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചൊന്നെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആക്കിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള ഇതിലായിരുന്നു, കാരണം റൈസിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കൻ റെഡിയായിട്ട് വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് പിന്നെ
ഞാൻ ഇതാണ് കേട്ടോ വൈറ്റ് റൈസ് എടുത്തു. പെട്ടെന്ന് തന്നെ കുക്കറിൽ റൈസ് വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ, ഒരു ഏലക്ക, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് സോൾട്ടൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് അപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് റൈസും റെഡിയായി മതി എന്നുള്ളൊരിത് വെച്ചിട്ട് അങ്ങനെ അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. അതുകൊണ്ട് ഞാനെപ്പോഴും ഇങ്ങനെ മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആവി അടിച്ചിട്ട് നന്നായിട്ട് ഉൾഭാഗമെല്ലാം നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ 3 മിനിറ്റ്സോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വന്ന് തുടങ്ങി. ഓണിയൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ സ്മെല്ലും ആ തന്തൂരി മസാലയുടെയൊക്കെ മിക്സഡായിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് നമുക്ക് നോക്കാം. ഈ ലിഡ് ഓപ്പൺ ആക്കിയ സമയത്ത് ഇത് ഹാഫ് കുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡ്. അപ്പോൾ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഓയിൽ ഒരുപാട് കൂടിയപ്പോഴേക്കും ആ ഒണിയനും ക്യാപ്സിക്കൊക്കെ ഭയങ്കരമായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓയിൽ കൂടിപ്പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ ഇത്രയും ഓയിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒണിയനൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പിന്നെ നമ്മൾ ചിക്കൻ രണ്ടും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സമയം കൊണ്ട് റൈസ് അവിടെ വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളച്ച് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസും ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്ക് ലിഡ് ഓപ്പൺ ആക്കിയിട്ട് പിന്നെയും ഒന്നുകൂടി ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ലൊരു കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മസാല കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറുമല്ലോ. അപ്പം അതും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഓയിൽ കൂടിയപ്പോഴേക്കും അതിനകത്തുള്ള ഒണിയൻ നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങി. ഫ്രൈ ആയിട്ട് വേറൊരു ഇതായിട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ സവോളയൊന്ന് മാറ്റിയേക്കാമെന്ന് കരുതി. അങ്ങനെ ഒന്നുകൂടി ഞാനിതൊന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓയിൽ കൂടിയതുകൊണ്ട് കിട്ടിയൊരു വലിയൊരു പണിയായിരുന്നു കേട്ടോ. കാരണം സവോളയൊക്കെ നന്നായിട്ട് കരിയുന്നൊരു സ്റ്റേജായി കേട്ടോ. അതിന് മുമ്പ് എന്തായാലും എനിക്ക് ചിക്കൻ മാറ്റേണ്ട അവസ്ഥ വന്നു. പിന്നെ ചിക്കൻ മാറ്റിയിട്ട് ഞാൻ ഒണിയനൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. മാറ്റി ആ മേളിലത്തെ എണ്ണ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കി. പിന്നെ ഒന്നുകൂടി അതൊന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ഈ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുമ്പൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ ചേർക്കാറില്ല. ചെറിയ ഓയിൽ ചേർത്തിട്ട് ഈ ക്യാപ്സിക്കവും ഓണിയനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വരികയും ചെയ്യും. അങ്ങനെ കരിയത്തും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. പക്ഷേ ഇത് ഓയിൽ കൂടിപ്പോയതിലൊന്നും എനിക്കൊരു വലിയൊരു അബദ്ധമായിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെയും അത് വെച്ച് നമുക്കൊന്ന് കുക്കാക്കിയെടുക്കാം. പിന്നെ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്നായിട്ട് ചിക്കനൊക്കെ കുക്കായി വന്നു. അപ്പോൾ തന്തൂരി മസാല ആയതുകൊണ്ട് തന്നെ വലിയ കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല എരിവും കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്താ ചെയ്തു, ഒരു കാശ്മീരി ചില്ലി കുറച്ച് ഓയിൽ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഫുഡ് കളറല്ല, ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കളറുണ്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്ലോപ്പായിരുന്നു. തിരിച്ചിട്ടപ്പോഴേക്കും ആ മുളക് പൊടിയൊക്കെ അങ്ങ് ഓയിലിനകത്തങ്ങ് കലർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ മറിച്ചിടുന്ന സമയത്ത് ആ ഭംഗിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് കുക്കിങ്ങൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞപ്പം മുളക് പൊടിയല്ലേ പെട്ടെന്ന് കരിയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കളറൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചിട്ടിട്ട് പിന്നെ അവിടെയും ഇതുപോലെ തന്നെ കശ്മീരി ചില്ലി ഒന്ന് ഇങ്ങനെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അത് തേച്ച ഉടനെ തന്നെ ഞാൻ പിന്നെയും ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, കാരണം അത് കരിയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു കാര്യവുമില്ല, നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ട് അതിൻ്റെ കളറൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ കാശ്മീരി ചില്ലി മസാലയൊക്കെ ആഡ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു കളർ വന്നിട്ടുണ്ടായിരുന്നേനെ. ഇതിപ്പം അങ്ങനത്തെ കളറൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ തിരിച്ചിട്ടിട്ടും അത് തന്നെ അവസ്ഥ, ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തന്നെ അങ്ങ് എടുത്തു. ഇവിടെ വേറെ ആരും ഇല്ല, കുട്ടികളും ഞാനും അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കളറിലൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി ചെയ്തതാണ്. അപ്പോൾ അതൊന്നും നടന്നില്ല. പിന്നെ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് കുക്കായി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു ബ്ലാക്ക് പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് ചിക്കൻ ഞാൻ മാറ്റി കൊടുക്കുന്നത്. സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ കുക്കറിൽ റൈസും അതുപോലെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചേഞ്ച് ആക്കാം. അപ്പോൾ റൈസ് ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി കിട്ടിയാലല്ലേ മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് തന്തൂരി ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. മന്തിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആകെ 2 ഹോളിലേക്ക് ഇട്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, അടുപ്പ് യൂസ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല ഇവിടെ അടുപ്പില്ല താനും. അങ്ങനെ പിന്നെ ചാർക്കോൾ വേണം. എൻ്റെ അടുത്ത് ചാർക്കോൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ ചിരട്ട എടുത്തിട്ട് അതൊന്ന് ഉമ്മ കരിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിനിയിപ്പോൾ വെച്ച് കൊടുക്കുന്നത് ചാർക്കോളാക്കിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ചാർക്കോൾ എടുത്ത് വെച്ചപ്പോൾ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉമ്മ കരിച്ച് തന്നു. ഞാൻ അതേപോലെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ഒരു 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ പുകയൊക്കെ പുറത്ത് പോകാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പം ആ ചാർക്കോളിൻ്റെ സ്മെല്ലെല്ലാം റൈസിലും ചിക്കനിലും ഒക്കെ ഇറങ്ങും, എങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അടച്ചത് ഞാൻ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത്
നെക്സ്റ്റായിട്ട് നമുക്കൊരു മയോണൈസ് റെഡിയാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗിൻ്റെ യോക്ക് എടുക്കാറില്ല, ഞാൻ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ എടുക്കാറുള്ളൂ, യോക്ക് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് എഗ് വൈറ്റാണ് എടുത്തിരിക്കുന്നത്, യോക്ക് ഒഴിവാക്കിയിട്ട്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ഇതുപോലെ എഗ്ഗ് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിതിങ്ങനെ എടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഗാർലിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിനകത്തുനിന്നുള്ള എല്ലാ വൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് യോക്ക് ചെറുതായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാനത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇനി ആ യോക്കും കൂടി ഇറങ്ങുമെന്ന് മനസ്സിലായി. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് 2 ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് 2 ഗാർലിക്കാണ്. തീരെയും സ്മോൾ സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ 2 ഗാർലിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു 1 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോൾട്ട് ഒരുപാട് ആഡ് ചെയ്യരുത്, ഇച്ചിരി ആഡ് ചെയ്യാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ സോൾട്ട് കൂടി പോകും. ഈ മയോണൈസിൽ നമ്മൾ സോൾട്ട് എപ്പോഴും കുറച്ചിടണം. സാധാരണ നമ്മൾ സോൾട്ട് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ ഈ മയോണൈസ് റെഡി ആകുമ്പോഴത്തേക്കും സോൾട്ട് കൂടി നിൽക്കും. പിന്നെ അതിന് ശേഷം ഞാൻ വിനെഗറാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ വിനെഗർ ഇല്ലെങ്കിൽ ലൈം ജ്യൂസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ലൈം ഇല്ലാത്തതുകൊണ്ട് വിനെഗറാണ്. ഇപ്പോൾ ലൈം ആണെങ്കിൽ വേറൊരു ഫ്ലേവറും കൂടി കിട്ടും. ഇപ്പോൾ ഇതത് കിട്ടില്ല, അപ്പോൾ വിനെഗർ ആയാലും മതി. കാരണം എഗ്ഗിൻ്റെ ആ ഒരു ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൂടുതലും ഇത് വിനെഗറോ ലൈമോ ചേർക്കുന്നത്. പിന്നെ അതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ മാത്രമേ അത് താഴേക്ക് വീഴുള്ളൂ, അത്രയും കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, എൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് തുറന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. കാരണം ആ എന്താണ് ചാർക്കോളിൻ്റെ ആ ഇതൊക്കെ ഇറങ്ങി ചിക്കനിലും റൈസിലും എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ സ്മെല്ലും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളിതിലേക്ക് പച്ചമുളക് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ഈ ആവിയിലിരുന്ന് വേകുമ്പോൾ വേറൊരു മണമാണ്. അപ്പോൾ ആ മണവും ലെമണിൻ്റെ മണവും എല്ലാം കൂടി ചേർന്നിട്ട് അടിപൊളി മന്തിയുടെ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പറായിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇവിടെ ടൈം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു, എണീറ്റപ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റായി. പിന്നെ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് കയറിയത്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പം കുട്ടികൾക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ഇതിൽ മുളക്, എന്താണ് പട്ട, ഗ്രാമ്പൂ, ഡ്രൈഡ് ലെമൺ അങ്ങനെയുള്ള ഒന്നും കാണാൻ പാടില്ല. അങ്ങനെ ഞാൻ ഇത് മുകളിൽ കിടക്കുന്ന ഒരുവിധം കാണുന്നതല്ല, ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റാറുണ്ട് കേട്ടോ. ഞാനത് മാറ്റിയിട്ട് നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരുപാട് ഞാനിങ്ങനെ മിക്സ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. മന്തി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് റൈസ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് നോക്കി നിൽക്കുകയാണ്, അമ്മി കുറച്ചും കൂടി ഇട്ടോ, ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണം. ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ആണെങ്കിൽ തനിയെ കഴിക്കാൻ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ 2 സ്പൂണാണ് ഇട്ടപ്പോൾ 1 സ്പൂൺ കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാളും വന്നിട്ട് എനിക്ക് ആ പീസ് വേണം, എനിക്ക് ഈ പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനിക്ക് ഞാനൊരു ഇതുപോലെ ഒരു പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മോന് അത് കഴിച്ചോളും, കുഴപ്പമില്ല. പക്ഷെ മോള് കഴിക്കില്ല, മോള് ലെഗ് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മയോണൈസ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള തന്തൂരി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഓയിൽ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഓണിയൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അത് കരിയാനായിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കിക്ക്, സൂപ്പറായിട്ടുള്ള മന്തി റെഡിയായി.
മോൾക്ക് ഞാൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മോൾക്ക് വാരി കൊടുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അവൾക്ക് ലെഗ് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെഗ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് വെച്ചു. കാരണം മൂക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മന്തി ആയിരുന്നു കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാറിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉള്ളിൽ കുറച്ച് മസാല ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് കുക്കായതുകൊണ്ട് ആ പച്ച മസാലയുടെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ മോനോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം മോൻ സൂപ്പറാണ്, മയോണൈസായിട്ടൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ ആൾ. അപ്പോൾ അതിൻ്റെ ഇതാണ് അവൻ പറയുന്നത്, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അവനിക്കിങ്ങനെ ഓരോന്നൊക്കെ പറയാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അവനതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മോൻ്റെ ആക്ടിങ്ങൊക്കെ കണ്ടപ്പോഴേക്കും മോൾക്കും അതുപോലെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മോനിപ്പോൾ പറയുന്നത് കുറച്ച് മയോണൈസ്, കുറച്ച് ചിക്കൻ, കുറച്ച് റൈസ് എല്ലാം കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണം, അതാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് കേട്ടോ മോൻ പറയുന്നത്. അപ്പോൾ പിന്നെ മോള് പെട്ടെന്ന് ഞാൻ തനിയെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അവളും മോനെ പോലെ ആക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.